ഹലോ എവ്രി വൺ, കെയർ മി മം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലഡുവിൻ്റെ റെസിപ്പിയാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ലഡു തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ലഡു തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ആൽമണ്ടിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഡയറ്ററി ഫൈബേഴ്സ്, ആൻറ്റി ഓക്സിഡൻസ് തുടങ്ങിയ ഒരുപാട് പോഷകമൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. വളരെ ഈസിയാണ് നമ്മുടെ ഈ ലഡു തയ്യാറാക്കാനായിട്ട്. അതിനായി ഞാനിവിടെ 1 കപ്പ് ആൽമണ്ട് എടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്ത് കഴിഞ്ഞാലാണ് അതും ചെറിയൊരു അഴുക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടുള്ളൂ. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് ഒരു കിച്ചൺ ടവലിൽ, നല്ല ഒരു വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയാം. കാരണം നമ്മൾ വെയിലത്ത് കൊണ്ടു വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഈ ബദാം നല്ലപോലെ ഒരു 2-3 പ്രാവശ്യം കഴുകി അവസാനം വെള്ളം എടുത്ത് ഒട്ടും അഴുക്കില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലേക്ക് മാറ്റുകയാണ്. കാരണം ആ ബദാമിലുള്ള വെള്ളമൊക്കെ ഒപ്പിയെടുക്കാനായിട്ട്. പ്രഗ്നൻസി ടൈമിലൊക്കെ ഇതുപോലെ ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർക്കും അവരുടെ ഡെയിലി ഡയറ്റിൽ നമുക്ക് ബദാം ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ആൽമണ്ടിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ മെയിനായിട്ടും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, ധാരാളം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൽമണ്ട് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഹെയർ ഫാള് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹെൽത്തി സ്കിന്ന് നമുക്ക് കിട്ടും ഡെയിലി നമ്മൾ ആൽമണ്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതൊരു ലോ ഗ്ലിസമിക് ഇൻഡെക്സ് ഫുഡ് ആയതുകൊണ്ട് ഇതൊരിക്കലും നമ്മുടെ ഷുഗർ ലെവലിനെ ഷൂട്ട് ചെയ്യില്ല. അതായത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം. ബദാം ഡെയിലി കഴിക്കാം. അതുപോലെ ധാരാളം കാൽഷ്യം, മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് ഇത് ബോൺ ഹെൽത്തിന് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കഴുകിയ ആൽമണ്ടിനെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആൽമണ്ട് എല്ലാനും അതിനകത്തിട്ട് കൊടുക്കാം. നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഏകദേശം ആവും. അതിന് തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങണ വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ആൽമണ്ടിൻ്റെ തൊലിയൊക്കെ പതുക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടുള്ള ആൽമണ്ട് ആയതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് എടുത്ത് വയ്ക്കാം. തണുത്തിട്ട് വേണം നമുക്കത് മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. പൊടിക്കാനുള്ള ജാറും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നർ ഞാൻ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈർപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോവും. ഇത് നമുക്ക് ഉണ്ടാക്കി 2-3 ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാണ്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ റോസ്റ്റ് ചെയ്ത ആൽമണ്ട് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു മിക്സി ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ സ്പീഡ് കൂട്ടി പൊടിക്കാണ്ടിരിക്കുക. പതുക്കെ പതുക്കെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കാം. ഇവിടെ ഞാനൊരു 6 ഈന്തപ്പഴമാണ് ലഡു തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ റെസിപ്പി ഭയങ്കര ഹെൽത്തി എന്ന് പറയാനുള്ള കാരണം അതിൽ നമ്മൾ വേറെ അഡീഷണലായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈന്തപ്പഴവും ആൽമണ്ടും മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, കൂടാതെ നെയ്യും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിലെ കുരുക്കളെല്ലാം കളഞ്ഞതിന് ശേഷം അത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഡേറ്റ്സിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാം ധാരാളം ഫൈബർ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻ, കാൽഷ്യം, അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ സ്വീറ്റ്നർ കൂടിയാണ് ഡേറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കുറുക്കിലൊക്കെ, ഇപ്പോൾ 8-9 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ കുറുക്കിലൊക്കെ നമ്മൾ ഷുഗറിന് പകരം ഡേറ്റ്സിൻ്റെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ലഡുവിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇവിടെ ഞാനൊരു കടായി എടുത്ത് നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
നെയ്യ് നല്ലപോലെ ചൂടായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഡേറ്റ്സ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആൽമണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആൽമണ്ടിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് തണുക്കാനായിട്ട് ഇറക്കി വയ്ക്കാം. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ കറക്റ്റായി വരില്ല. അതുകൊണ്ട് ചെറിയൊരു ചൂടിൽ വേണം നമ്മൾ ഉണ്ട പിടിക്കാനായിട്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ് നമ്മളീ കണ്ടത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കാനായിട്ട്. ആൽമണ്ടും ഡേറ്റ്സും അതുപോലെ തന്നെ ഗീയും മാത്രം മതി. അത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ലഡ്ഡു തയ്യാറാക്കിയിട്ട് രാവിലെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നമ്മൾ അവർ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ചായയുടെ കൂടെയൊക്കെ കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം 1 കൊടുത്താൽ മതിയാവും കേട്ടോ. ഫൈനലി നമ്മുടെ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ഉണ്ടകളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുത്തേക്കുന്നത്. ഇത് കുട്ടികൾ ഒടുങ്ങിയിട്ട് മുതിർന്ന ആളുകൾക്ക് വരെ കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും.